ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഇഞ്ചി പുളി തയ്യാറാക്കിയതാണ്. നോയമ്പ് കാലമാണല്ലോ. നല്ല എരിവും പുളിയും മധുരവുമുള്ള സദ്യ സ്പെഷ്യൽ ഇഞ്ചി പുളി തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. പുളിയിഞ്ചി തയ്യാറാക്കുന്നതിന് ഞാൻ 200 ഗ്രാം ഇഞ്ചി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ നാരങ്ങ വലിപ്പമുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇഞ്ചി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തൊന്നെടുക്കാം. ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞു വേണമെങ്കിലും എടുക്കാം. ഇതിനൊരു ചെറിയ പശമയമുണ്ട്. നമുക്കത് വെള്ളം ഒഴിച്ച് ഒന്ന് പിഴിഞ്ഞെടുത്ത് അത് മാറ്റാം. നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് എടുക്കാം. ഇഞ്ചി നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. 3 പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നാരങ്ങ വലിപ്പമുള്ള പുളി ചൂടുവെള്ളത്തിലിട്ടിരിക്കുകയാണ്. നമുക്കത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്ത ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി മൂത്ത് പോകേണ്ട, ഒന്ന് ചുവക്കെ വറുത്തെടുത്താൽ മതി. ഇഞ്ചി ഒന്ന് ചുമക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചട്ടിയിലേക്ക് മാറ്റാം. ഇഞ്ചി ചേർത്ത് വെച്ചിരുന്ന ഈ ചട്ടിയിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഞ്ചി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ച് വരുന്ന ഈ ഇഞ്ചിയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കിയിട്ട് ഇഞ്ചി ഒന്ന് നല്ലതായിട്ട് എല്ലാം വെന്ത് വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയിട്ട് ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. നമ്മുടെ പുളി ഇഞ്ചി നല്ല കുറുകി വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് കടുകും കൂടെ താളിച്ച് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിന് നമ്മൾ ഉള്ളി ചേർക്കത്തില്ല, ഇത് ഇരിക്കേണ്ട കറിയാണ്. അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഈ താളിച്ച് നമുക്ക് പുളി ഇഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുളി ഇഞ്ചി റെഡിയായിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.